അണ്ണന്റെ അല്ല കുഞ്ഞൻ കറക്റ്റായിട്ട് വന്നു. ഓക്കെ, അപ്പൊ കുഞ്ഞണ്ണ അടുത്ത് വീണ്ടും വന്ന് വർത്താനം പറയുന്നതിനകത്ത് ഒരു കാര്യം ഇവിടെ കണ്ടോ. ഇനി ഒരു കാര്യം ഇവിടെ ജനങ്ങളെ പറ്റിച്ചു, ഒരുപാട് പൈസ ആയിട്ട് കുഞ്ഞാൻ മുങ്ങി. പറയാനുള്ളത് ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളും ഞാൻ പറ്റിച്ചിട്ടില്ല. ഒരാളെ മുതല് അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കളും തിന്നിട്ടില്ല. ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറയാം, അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് നറുക്കെടുത്തു. പിന്നെ ഇത് ഞാൻ മാത്രമൊന്നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ കുഞ്ഞനായിക്കോട്ടെ ഒരുപാട് പേര് ഇതേണൊക്കെ ഉണ്ടാക്കി ഈ കൂപ്പൺ എടുത്തതിൻ്റെ കാര്യം കള്ളത്തരമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ മാത്രമല്ലല്ലോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ബിജുവിൻ്റെ പേര് ഇതേണൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്തത് മാത്രമല്ല തെറ്റ്, ഒരുപാട് പേര് ഇതേണത്തുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് മാത്രം എന്താ ഇതേണത്തുള്ള പ്രശ്നമെന്ന് പറഞ്ഞ് കുഞ്ഞൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിലുള്ള മിക്ക ആൾക്കാരും ഉണ്ട് ഈ തൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ ക്ലിയറാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതല്ലാതെ ഇതിൽ നിന്ന് ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തുണ്ടെങ്കിൽ ഇവർ മാക്സിമം നോക്കുന്ന ഒരു കാര്യം അവർക്കത് അവരുടെ ഭാഗം വെളുപ്പിക്കണം, എന്നിട്ട് ബാക്കിയുള്ളവർ ഇത് വിശ്വസിപ്പിച്ച് ഇതേക്കകത്തുള്ള വേറൊരു പരിപാടിയായിട്ട് വരുമ്പോഴത്തേക്ക് അതിൽ പിന്നെയും പൈസ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഈ കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം അവർ കൈയൊഴിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പൈസ പോകുന്ന പാവങ്ങളുണ്ടെങ്കിൽ പിന്നെയും ഇവരെ വിശ്വസിച്ചുണ്ടെങ്കിൽ ഇവർ ഇതേപോലത്തുള്ള വേറെ കാര്യങ്ങൾ പിന്നെയും പറയുമ്പോഴത്തേക്ക് അത് വിശ്വസിച്ച് പിന്നെയും പോയിട്ട് പൈസ ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെയും പറ്റിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഉള്ളവരൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഉള്ളവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോടോ അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച് പൈസ ഇടുന്നവരോടോ ഒന്നും ഒരു നീതിയും കാണിക്കുന്നില്ല. എവർക്കുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം. ആരെന്ത് പ്രൊമോട്ട് ചെയ്യാൻ തന്നാലും ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൈസ വാങ്ങണമെന്നൊരു മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഉണ്ടെങ്കിൽ ഇത് കാരണം ഇത് വിശ്വസിച്ച് പൈസ ഇടുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ അല്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അത് ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും നോക്കത്തില്ല. അവരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇത്രയും ഒരാൾ 1000 രൂപ പറഞ്ഞാൽ ഒരാൾ 2000 രൂപ പറയുന്നെങ്കിൽ ആ 2000 രൂപയുടെ ആളുടെ ഓഫർ എടുക്കുക, എന്നിട്ടുണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പറ്റി ഒന്നും ആലോചിക്കുന്നൊന്നുമില്ല. എന്നിട്ട് ഇതിനകത്തുള്ള പ്രശ്നം വരുമ്പോഴത്തേക്ക് ഞങ്ങളെപ്പോലത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യും. പക്ഷേ നിങ്ങളുണ്ടെങ്കിൽ ഇത് നോക്കിയും കണ്ടും എടുക്കണമെന്നുള്ളൊരു ന്യായീകരണം മാത്രമേ ഇവരെ പോലത്തുള്ളവർ പറയത്തുള്ളൂ. അതല്ലാതെ ഉണ്ടെങ്കിൽ ഈ പൈസ നഷ്ടപ്പെട്ടവരുടെ അവസ്ഥയോ അല്ലെങ്കിൽ അതെങ്ങനെ ഞാൻ കാരണമാണെന്നുള്ളൊരു കുറ്റബോധം അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല. തനിക്കുണ്ടെങ്കിൽ ആ ഭാഗം ശരിയാക്കണമെന്ന് മാത്രമേ ഇവരെ പോലത്തുള്ള ആൾക്കാർ വിചാരിക്കത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഇതുപോലത്തുള്ള തട്ടിപ്പും കൂടി വരുന്നത്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് കേട്ട് പാവങ്ങളായ ഒരുപാട് പേര് വിശ്വസിച്ച് ഇത് പൈസ ഇറക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ കയ്യിലും ഇതുപോലൊരു തെറ്റുണ്ട്. കാരണം ആദ്യമേ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങൾ വാങ്ങാതിരിക്കുക. ആദ്യമേ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. സോ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുവാൻ, ഷെയർ ചെയ്യുവാൻ, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക. എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.